അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ ഒരാഴ്ച മുന്നേ പോയ വീഡിയോ കേട്ടോ. അതിപ്പോഴാണ് നമുക്ക് തരപ്പെടുന്നത്. കാരണം കുട്ടികൾ വെക്കേഷൻ അടിച്ച് പൊളിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ പിടിച്ചു തരാനൊന്നും ആളില്ലാത്തത് കൊണ്ട് ഒരുപാട് വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊന്നാമത് കുട്ടികളല്ലേ, കളിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ വിളിച്ചാൽ വരികയില്ല വീഡിയോ ഒന്ന് പിടിച്ചു തരാൻ. അപ്പോൾ തന്നെ ഹാൻഡിൽ ചെയ്യാനും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ നല്ല സമാധാനത്തിലിരിക്കുമ്പോഴാട്ടോ വീഡിയോ ഒക്കെ പിടിക്കുന്നത്. അപ്പോൾ അവർ സ്കൂൾ വെക്കേഷനായിട്ട് നമ്മൾ ദൂരെ യാത്രയൊന്നും ചെയ്തിട്ടില്ല. ഈ തൊട്ടടുത്ത ടൗൺ വരെ ഒന്ന് പോവും, കറക്കിയിട്ട് കൊണ്ടുവരും, അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഒന്നാമത് സമയവും ഇല്ല, സാഹചര്യവും ഇല്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇത് നാഗാർജുനയുടെ എന്തോ സംഭവമാട്ടോ. നമ്മുടെ നാഗാർജുന ലേഹില്ലേ, അതാണ് ഫസ്റ്റ് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കൊന്താലം പള്ളിയിലേക്കാട്ടോ. ഏതായാലും പോകണമല്ലോ. അപ്പോൾ ഈ പള്ളി തൊടുപുഴ, ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ തൊടുപുഴയിലാട്ടോ. എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ടാട്ടോ പോണത്. അപ്പോൾ ചുമ്മാ ഏതായാലും ടൗണിലാണ് എപ്പോഴും ചുറ്റിക്കളി. അപ്പോൾ ഇത്തിരി ആയിക്കോട്ടെ, ഇത്തിരി പ്രകൃതി ഭംഗിയൊക്കെ കണ്ടു പോകാമല്ലോ എന്ന് ഓർത്തിട്ട് അവർക്ക് അത്രയും മതി കേട്ടോ. അതിൽ കയറി ഒന്നിരുന്ന് ഏതെങ്കിലും ഒരു കടയിൽ കയറി എന്തെങ്കിലും സ്നാക്സും കഴിച്ചാൽ ആ കുട്ടികൾക്ക് ഒരാഴ്ചത്തേക്കുള്ളതായി. അപ്പോൾ എന്നാൽ പിന്നെ നല്ലൊരു സ്ഥലത്തേക്ക് തന്നെ ആവാലോ എന്നോർത്തിട്ടാട്ടോ. അപ്പോൾ അവരാണുങ്ങളുടെ സെക്ഷനിലേക്കും പോയി, ഞാനിവിടെ പെണ്ണുങ്ങളുടെ ഏരിയയിലേക്കും പോവാട്ടോ. നല്ല വലിയ പള്ളി കേട്ടോ. അങ്ങനെ നമ്മൾ ഏതായാലും പോവാണല്ലോ. അപ്പോൾ പിന്നെ നല്ല സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് ഓർത്ത് പിള്ളേരെ കൊണ്ടുവന്നതാ. പിള്ളേരവിടെ എത്തിയപ്പോൾ തന്നെ പറഞ്ഞു, ഇതാണോ ഉപ്പ ഞങ്ങളെ കൊണ്ടുപോകണം സ്ഥലം എന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഞാനവിടെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിട്ടോ. അവിടെ പ്രത്യേകിച്ച് ആരും ഉണ്ടായില്ല, ആ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേയൊക്കെ ഇപ്പം നമ്മളിവിടെ പോകുമ്പോൾ കുറേ ഈ പള്ളിയുടെ വക ഒരുപാട് നല്ല സൽപ്രവർത്തനങ്ങളൊക്കെ ചെയ്യണ പാലിയേറ്റീവ് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അത് വീഡിയോയിൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയതാ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ പള്ളിയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഇതിനാണോ ഞങ്ങളെ കൊണ്ടുവന്ന് എന്ന് ചോദിച്ചപ്പോഴേക്കും ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി. അവർക്ക് അത്രയും മതിയല്ലോ. അങ്ങനെ പോയപ്പോൾ ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഇതുപോലെ വന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടായിരുന്നു. വലിയതൊന്നുമല്ല. എൻ്റെ കുട്ടികൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ട് വെള്ളം വന്ന ചാലുണ്ടല്ലോ വാർക്കപ്പുറത്തുനിന്ന്, അത് തന്നെ അവർക്ക് ധാരാളം. അവർക്ക് അതൊക്കെ തന്നെ കൊണ്ട് സന്തോഷം ഉണ്ടാവുന്ന കുട്ടികളാണ്. അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ് മഴയത്ത് കുളിക്കുന്നതും ആ ചാലിൻ്റെ ചോട്ടിൽ പോയി നിൽക്കുന്നതും. അതൊക്കെ തന്നെ അവർക്ക് വലിയ ഇഷ്ടം കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് ചെറിയ വെള്ളച്ചാട്ടമൊന്നും അല്ല കേട്ടോ, വലിയത് തന്നെയാണ്. അങ്ങനെ നമ്മളവിടെ എത്തി. പണ്ട് വന്നപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പൊന്നും ഉണ്ടായില്ല. പണ്ടല്ല, ഒരു 3-4 വർഷം മുന്നേ. അപ്പോൾ ഇവരൊക്കെ ഒന്നുകൂടി ചെറിയ കുട്ടികളാട്ടോ. ഇപ്പോൾ വന്നപ്പോൾ നോക്ക്, എന്തൊരു ശോചനീയമായ അവസ്ഥ. അവിടെ വേറെ 2 പിള്ളേർ നിന്ന് മീൻ പിടിക്കണ്ടായേ. നോക്കുമ്പോൾ അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇതുപോലെ കുറച്ച് ആൾക്കാർ വന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം അതൊക്കെ എന്താണ് ഭയങ്കര ദയനീയാവസ്ഥയിലാണ്, വെള്ളമൊക്കെ പറ്റിയെന്ന് അന്ന് പറഞ്ഞു. എന്നാലും അത്യാവശ്യം ഉണ്ടായിട്ടോ. ഇന്ന് വന്നപ്പോൾ തീരെയില്ല. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യയായി. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ടൗണിൽ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ എളുപ്പവഴി നോക്കി പോയതാണ്. അപ്പോഴാണ് അവിടെ ഒരു സംഭവം കണ്ടത്. കാർഷിക മേള നടക്കുകയാണ് അവിടെ. അങ്ങനെ അത് ഭയങ്കര വെട്ടവും വെളിച്ചമൊക്കെ പുറത്ത് അത്രയുള്ളേ കണ്ടപ്പോൾ ഞങ്ങളെന്നാൽ വണ്ടി അവിടെ ഇട്ടിട്ട് തിരിച്ചെന്നാൽ അവിടേക്ക് കയറാമെന്ന് ഓർത്ത് വരും കേട്ടോ. ഭയങ്കര നഷ്ടം കേട്ടോ. ഒരാൾക്ക് 80 രൂപയാണ് ടിക്കറ്റ്. അതിന് മാത്രം ഒന്നുമില്ല. ആ പുറത്ത് തൂക്കിയിട്ടേക്കണ തോരണങ്ങളല്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ആളുമില്ല, ഒന്നുമില്ല. എന്നാലും കുട്ടികളുടെ ഒരു സന്തോഷം. അങ്ങനെ എന്നും പറഞ്ഞിട്ട് നമ്മൾ പോവാണോ. ഇത് കണ്ടില്ല, ഒരു മനുഷ്യനും ഇല്ല അവിടെയൊന്നും. ദേ ഒന്നാണോ രണ്ടാണോ ഒരു ബ്രൗൺ കളർ കുതിരയും
ഒരു വെള്ളക്കുതിരയും അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ഇതൊക്കെ തന്നെ വലിയ കാര്യമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ, ഉള്ളതാണോ എന്തോ. അതുപോലെ നമ്മുടെ ചെമ്മരിയാടൊക്കെ കേട്ടോ, ഇതൊക്കെ നമ്മൾ സ്ഥിരം കണ്ട് മടുത്ത സംഭവങ്ങളാണ്. പിള്ളേർ കുറേ നേരം 5 മിനിറ്റ് വെച്ച് ഇതിൻ്റെ മുമ്പിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ദുആ ചെയ്യണ ഒരു കാര്യമായിരുന്നു, പഠിച്ചവനെ എൻ്റെ കണ്ണുകൊണ്ട് പോലും എൻ്റെ ജീവിതകാലം മൊത്തം പാമ്പിനെ എന്നെ കണ്ണി കാണിക്കില്ലേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യണം ഞാൻ കേട്ടോ. ടിക്കറ്റ് എടുത്ത് പാമ്പിനെ കാണേണ്ടി വന്നു. ആ വെളുത്ത പാമ്പിനെ തോളിലൊക്കെ ഇട്ടിട്ട് ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അള്ളാ, ഞാൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടിയതാണ്. എൻ്റെ ഓർമ്മ അതെങ്ങാനും പൊട്ടി താഴെയിട്ട് വന്നു നമ്മുടെ മേത്ത് കൂടിയൊക്കെ കയറുക, അങ്ങനെയൊക്കെയുള്ള വിചാരം അവിടെ നിന്ന് ഓടി ജീവനും കൊണ്ട്. ഇത് പണ്ടത്തെയൊക്കെ നെൽപ്പാടങ്ങളുടെ മിനിയേച്ചർ രൂപം ഉണ്ടാക്കി വെച്ചേക്കുവാണ്. പിന്നെ ഒരുപാട് പുരാതന വസ്തുക്കളുടെ, ഇത് ഫ്രൂട്ട്സ് പല ഇനങ്ങളാട്ടോ, പുരാതന വസ്തുക്കളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ. അതൊക്കെ കാണാൻ പറ്റി. നമ്മളിത് സിനിമയിലും ടി വിയിലൊക്കെയാണല്ലോ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അല്ലാ, അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റിയ ഈ പിള്ളേർക്ക് എന്താണെന്ന് അറിയാനും കൂടി പാടില്ല. നമ്മൾ പിന്നെ അങ്ങനെയെങ്കിലും ഉണ്ടെന്ന് ഓർക്കാം. ഈ പിള്ളേർക്ക് ഇതൊക്കെ എന്താണെന്ന് ചോദിക്കണേ. എന്തായാലും ഇതൊക്കെ ഇപ്പോൾ ഒരു 10-40-50 വർഷം മുന്നെയൊക്കെ ഇത് സജീവമായിരുന്ന സാധനങ്ങളായിരിക്കാം അല്ലേ. പക്ഷേ ഇപ്പോൾ ഇത് പ്രദർശന വസ്തുവായിട്ട് വെച്ചേക്കണം. ഇനി ഈ കാലഘട്ടത്തിലുള്ള എന്തൊക്കെയാണോ ഇനി ഒരു 10-40 വർഷം കഴിയുമ്പോൾ വയ്ക്കാൻ പോണത്. ഇതൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യണവരുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പിള്ളേർക്ക് ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. അതിൽ പകുതിയും എനിക്കും അറിയില്ല, എന്നാലും അറിയണതൊക്കെ കാണിച്ചു കൊടുത്തു. മറ്റേ ടി വിയിൽ കണ്ടുള്ള പരിചയമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിള്ളേർക്ക് എന്നേക്കാളും നന്നായിട്ടറിയാം ഇതൊക്കെ. അവർ സ്ഥിരം മൊബൈലിലല്ലേ, മൊബൈലില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞെടുത്തപ്പോൾ അല്ല അതല്ല മറ്റേതാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വകഭേദം തിരിച്ച് പറഞ്ഞു തരുക. ഇത് ഒറിജിനൽ കപ്പ കേട്ടോ. പിന്നെ ഇത് കാക്കത്തൂവൽ പോലത്തെ ഒരു മീനൊക്കെയോ എന്തൊക്കെയോ കൊച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ വേറൊരു സെക്ഷനിലേക്ക് ചെന്നപ്പോഴാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എന്തോ പസിൽ ഒക്കെ ആയിട്ടുള്ള മത്സരം. അപ്പോൾ ആ പസിലിൽ 2-3 ടീം നിൽക്കണുണ്ട്. ഇവിടെ ഇത് ചെയ്യാൻ വന്നു കേട്ടോ. ഔഫിന് പങ്കെടുക്കാൻ പറ്റില്ല, പ്രായമില്ലാത്തതുകൊണ്ട്. അമ്രിന് പങ്കെടുത്തു. അമ്ര 2 മിനിറ്റിന് മുന്നേ സംഭവം തീർത്താട്ടോ. പക്ഷേ അവിടുത്തെ ആ ചേട്ടനെ വിളിച്ചു വന്നപ്പോഴേക്കും 2 മിനിറ്റ് കഴിഞ്ഞു. 5 മിനിറ്റാണ് സമയം വെച്ചേക്കണത്, 2 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ആക്കി. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഔഫും കംപ്ലീറ്റ് ആക്കി കേട്ടോ. ഫോം ഫില്ല് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. ചുമ്മാ വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. എന്നാലും പിള്ളേരെ ആഗ്രഹമല്ലേ, അവരൊക്കെ ഫോം ഫില്ല് ചെയ്തിട്ട് കൊടുത്തു. അങ്ങനെ അവസാനം ഒന്നും കൊടുത്തില്ലല്ലോ ഓർക്കണ്ടെന്ന് ഓർത്ത് നെയിം സ്ലിപ്പ് കൊടുത്തു. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീണ്ടും കാണാം.